ഹലോ ഗായ്സ്, വൈബ് സെറ്റ് അല്ലേ? ആവേശത്തിന്റെ അങ്ങേയറ്റം പൂരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലത്തെ മിടുക്കന്മാരുടെ ഒന്നാം തരം മേളമാണ്. റെഡി അല്ലേ? റെഡി. പേരെന്താ? കൈലാസ് ആൻഡ് ടീമിന്റെ മേളമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. എവിടുന്നാ വരുന്നത്? കൊല്ലം. പേര് ഫഹദ്. എന്നിട്ട് നമുക്ക് ഈ കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടാം. അർജുൻ, അനന്തു, നിൽക്കാതെ ഇങ്ങോട്ട് വാ. കാർത്തിക്, കാശിനാഥ്, സാവന്ത്. അപ്പൊ അധികം വൈകിപ്പിക്കുന്നില്ല. പക്ഷെ അതിനു മുൻപ് ഞങ്ങളുടെ ജനജീവിയിലെ പെൺപൂലികളെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കണം. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് മേളം തുടങ്ങാൻ പോവാ. റെഡി അല്ലേ? യെസ്. അശ്വതി, സതീഷ്, അഞ്ജന ആൻഡ് ഗോപിക, പ്ലീസ് വെൽക്കം. വായോ ഓടി വായോ. ജനജീവി സമഗ്ര കവറേജുമായി റെഡിയാണ്. നമ്മൾ ഇന്ന് മേളത്തിന്റെ നടുവിൽ നിന്നും തുടങ്ങാൻ പോവുകയാണ്. അടിപൊളി വൈബ്. തുടങ്ങിക്കാം.
പൊളി. അഞ്ജന എങ്ങനെയുണ്ട് പെർഫോമൻസ്? തകർത്തു, പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര ഗംഭീരമാണ്. കാരണം അമ്മാതിരി എനർജി ആയിരുന്നു. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ ഈ രീതിയിൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ മക്കളെ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. കൊല്ലംകാര് അപ്പൊ പിന്നെ എന്തായാലും എനർജി കൂടുതലായിരിക്കും. കാരണം കൊല്ലംകാർക്ക് എല്ലാ കാര്യത്തിലും ഒരു പടി മുന്നിലാണ് അവർ. ആ ഒരു മുൻപന്തി എനിക്കൊന്ന് ചെണ്ടമേളത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും പൊട്ടിക്കേറിയത് പൂരനഗരിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല. എല്ലാവരുടെയും ഒന്നുകൂടെ കൊട്ടിക്കാമല്ലോ. പൊട്ടിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പേരൊന്ന് പേര് നമ്മള് പരിചയപ്പെട്ടു അഞ്ജന. നമുക്ക് ഇവരുടെ വിശേഷങ്ങളൊന്ന് ചോദിക്കാം അഞ്ജന. വിശേഷങ്ങളിലേക്ക് പോയി. പഠിക്കുന്ന ആരാണ്? ആരാ? ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുക. ഈ കൂടുതലെ പഠിപ്പിയാണോ? എന്തുകൊണ്ടാ ഈ ഒരു മേളത്തിനോടൊരു താല്പര്യം തോന്നാൻ കാരണം? പണ്ടോട്ട് ഇഷ്ടമുണ്ട്. ഇഷ്ടമുണ്ട്. പഠിത്തത്തിനോടൊപ്പം ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും? പ്രാക്ടീസ് ക്ലാസ് വരും, അന്നേരം അതിന് പോകും. എല്ലാരും കൊട്ടാരക്കരക്കാരാണല്ലേ? കൊട്ടാരക്കരയിലെ ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ കഴിക്കാറുണ്ട്. അതാണോ ഈ എനർജിക്ക്? ഉണ്ണിയപ്പം മാത്രമല്ല, വേറെ പിന്നെ എന്തൊക്കെയായിരിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്? വേറെ പറയണം, എല്ലാം കഴിക്കും ഞാൻ. എല്ലാം കഴിക്കും. അവിടെയോ? അവിടെല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. നിങ്ങൾ എത്ര വർഷമായിട്ട്? ഞാൻ ഒരു വർഷമായതുള്ളൂ, ഇപ്പൊ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇത് ഇവരൊക്കെ പിന്നെ വർഷമായിട്ട് പഠിക്കുന്നതെന്ന് തോന്നുന്നു കൊച്ചിലോട്ട്. പൊട്ടുന്ന ആവശ്യം സംസാരത്തിലും കൂടെ വേണ്ടേ? അതെ. വിശേഷം എങ്ങനെയുണ്ട്? നമുക്ക് കലോത്സവം ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. പൂരം വൈബാണ്. ആരായിരിക്കും ഏകദേശം വർഷം കപ്പടിക്കാൻ സാധ്യത? വർഷം കൊല്ലം അടിച്ചാൽ കൊള്ളാം. കൊല്ലം കൊള്ളാം. കൊല്ലത്തിനപ്പുറം വേറെ ആരും വരെ സാധ്യതയില്ല. ആരായിരിക്കും? കൊല്ലം. പറയുന്നത് പോലെ തന്നെ കൊല്ലമായിരിക്കും കപ്പടിക്കാൻ സാധ്യത എന്നാണ് അശ്വതി പറയുന്നത്.